തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്ക് കർത്താവ്, സ്തോത്രം ചെയ്ത കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ സിംഗ് സർവ്വസുധാനാഥ, അവിടെ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കത്തക്കണം അങ്ങ് ഒരുക്കുന്ന അവൻ കൃപകൾക്കാർ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കൃപയുടെ സാന്നിധ്യത്താൽ അവിടുന്ന് ഈ ദിവസങ്ങൾ എത്രയും വഴി നിർത്തിയ എല്ലാ നന്മകൾക്കാർ നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഈ സമയത്ത് അടിയനെ നിൻ്റെ കരങ്ങളിൽ സാധിക്കും കർത്താവ്, എന്നെയും അടിയനെ കർത്താവ് നിൻ്റെ മഹത്വമുള്ള പ്രവർത്തനത്തിനായി ഇത്രത്തോളം ഉപയോഗിച്ചതിനായ നന്ദിയോടെ സ്തോത്രം. അത് അവിടുന്ന് കർത്താവ് ഈ സമയത്ത് അതിൻ്റെ ജനത്തെ നയിക്കാൻ തക്കണം എൻ്റെ കൃപയാൽ ബലപ്പെടുത്തുന്ന പ്രാർത്ഥിക്കും. ജനം അങ്ങയുടെ വചനം അങ്ങ് അടിയൻ അങ്ങയുടെ കർത്താവ്, അടിയനെ കർത്താവ് എൻ്റെ വചനത്തിൽ എൻ്റെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവെ വചനം വ്യാഖ്യാനിക്കുവാനും തൻ്റെ ജനത്തിന് എത്തിക്കുവാനോട് സഹായിക്കണം. ഏറ്റവും ലളിതമായി എത്തിക്കാനോട് എൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ശബ്ദത്തോടും വാക്കോടും കണ്ടത്തോടും കൂടെ ഇരുന്ന് കർത്താവെ എൻ്റെ കൃപകളുടെ നിറവിൽ കർത്താവെ ഈ വചനം ഓരോരുത്തരെയും ബലപ്പെടുത്തത്തക്കണം ഇടയാക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ മഹത്വത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപ ഒരു പ്രാവശ്യം കൂടെ പ്രകാരം ഈ ഒരു എപ്പിസോഡ് നയിക്കത്തക്കോണം ദൈവം ഒരുക്കിയ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഈ വർഷത്തിൻ്റെ നമ്മുടെ ജീവിത സമയം ഒന്ന് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ, ഞാൻ ജീവിതകാലം മുഴുവൻ നോക്കാൻ പറയുന്നില്ല, ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ ദിവസം വരെ ഒന്ന് പിന്നോട്ട് നോക്കുവാൻ പറയുകയാണെങ്കിൽ, ഈ വർഷത്തിൻ്റെ പ്രാരംഭ സമയത്ത് അല്ലെങ്കിൽ ഡിസംബർ 31 ലോകത്തിലുള്ള ജനതകളിൽ ഏറെക്കുറയും അടുത്ത വർഷം ഞാൻ ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ പ്രാപിക്കണം, അങ്ങനെ പല കാര്യങ്ങളുടെ തീരുമാനങ്ങളെടുത്ത് ഒരു ലക്ഷ്യം വെച്ചാണ് പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ പരിശ്രമിക്കുന്നത്. പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അനേകർ ആ ലക്ഷ്യത്തിന് വേണ്ടി ചിന്തിക്കുകയും എങ്ങനെ അത് പൂർത്തീകരിക്കണം എന്നൊക്കെ ഉള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. പക്ഷേ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ നാം വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുകയില്ലെന്ന്, അല്ലെങ്കിൽ അതിന് ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിൻ്റേതായ കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ പലപ്പോഴും ആ ലക്ഷ്യമൊന്ന് മാറ്റിവെച്ചെന്നാൽ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ പരിശ്രമിക്കാൻ കഴിയുമോ എന്നൊന്ന് ചിന്തിക്കും. ഇപ്രകാരം ഓരോ മാസങ്ങൾ കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ, വർഷത്തിൻ്റെ അവസാനം കടന്നു വരുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നാം കഴിഞ്ഞ വർഷം എവിടെയായിരുന്നോ ചിലപ്പോൾ അതിൽ പിന്നോട്ടായിരിക്കും കടന്നു പോയിരിക്കുന്നത്, മുൻപോട്ടാകുകയില്ല. ഇതിന് കാരണം പലപ്പോഴും നാം വെക്കുന്ന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ നാം കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങൾ പലതും ലൗകികമായ പല കാര്യങ്ങളായിരിക്കും. ഈ ലൗകികമായ കാര്യങ്ങളിൽ നാം അതിന് വ്യത്യസ്തമായ സ്ഥാനങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ അനേകമായ വിഷയങ്ങൾ നാം സമർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഞാൻ പറയുന്നത് സമർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ, അവിടെ യഥാർത്ഥമായ ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ആ പ്രവർത്തന മേഖലകളിൽ ദൈവമുണ്ടെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് നാം പറയുമ്പോൾ, ക്രിസ്തു നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മുടെ പ്രവർത്തനം എന്തായിരിക്കണമെന്നുള്ളൊരു ആഹ്വാനം വചനത്തിൽ കൂടെ പറയുമ്പോൾ, അതിനു വേണ്ടിയുള്ള പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കത്തക്കണം എത്രമാത്രം നാം ലക്ഷ്യം വെക്കുന്നെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ക്രിസ്തു നമ്മൾക്ക് തന്നിരിക്കുന്ന ആഹ്വാനം ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സുവിശേഷം എത്തിക്കുകയാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നാം ഓടണമെങ്കിൽ, അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാകണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ചിന്തകൾക്ക്, പ്രതികരണങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ നാം നോക്കുകയാണെങ്കിൽ, താൻ രുചിച്ചറിഞ്ഞ കർത്താവിനെ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ എന്ന് കർത്താവിനെ രുചിച്ചറിയുവാൻ ഇടയായോ അന്ന് മുതൽ പിന്നെയുള്ള ഓട്ടം കർത്താവിൻ്റെ സുവിശേഷം അനേകരിൽ എത്തിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുക മാത്രമായിരുന്നു ഏക ലക്ഷ്യം. നാം നോക്കുമ്പോൾ പൗലോസ്ലീഹയെ പറ്റിയാണ്. പൗലോസ്ലീഹയുടെ ഓരോ ലേഖനങ്ങളും വ്യത്യസ്തമായ സഭകൾക്ക് നൽകുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ആത്മീയ മതത്തിന് നൽകുന്നതൊക്കെ നാം നോക്കുകയാണെങ്കിൽ, അവിടെയൊക്കെ ആ ലേഖനങ്ങളുടെ കേന്ദ്രബിന്ദുവായിരിക്കുന്നത് ക്രിസ്തുവാണ്. എപ്പോഴും ക്രിസ്തുവിലേക്ക് തൻ്റെ ജനത്തെ നയിക്കുക, ക്രിസ്തുവിലേക്കുള്ള പാത എങ്ങനെയായിരിക്കണം,
ക്രിസ്തുവിലേക്ക് നാം അടുക്കുമ്പോൾ നാം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടതും ക്രിസ്തുവിൻ്റെ പാതയിൽ നിൽക്കണമെങ്കിൽ എത്രമാത്രം കാഠിന്യമേറിയതൊക്കെ വ്യക്തതയോട് മനസ്സിലാക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:14 പൗലോസ്ലീഹ ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിജയം നേടുന്നതിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക് അതിവേഗം പായുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിജയം നേടുന്നതിനായി, അപ്പോൾ തന്നെ വിളിച്ചിരിക്കുന്നത് ആരാണെന്ന് എന്തിനാണെന്ന് വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. നാം ഇന്ന് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ദൈവവിളി ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു എന്ന്. പക്ഷെ ആ ദൈവവിളിയോ ദൈവത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അപ്രകാരം ഒരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യഥാർത്ഥമായി നാം ആ ദൈവവിളി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ അതേ അധ്യായത്തിൽ 3:7-8 വായിക്കുമ്പോൾ എങ്ങനെയാണ് ആ ദൈവവിളിയെ സ്വീകരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ക്രിസ്തുവിന് വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. അതുമാത്രമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിനായി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ചവറായി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. പൗലോസ്ലീഹയുടെ യഥാർത്ഥമായ ജീവിതം നോക്കുകയാണെങ്കിൽ ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിക്കുകയും ഏറ്റവും തീഷ്ണതയുള്ള പരീശനും ശാസ്ത്രിമാരും എല്ലാം, അതായത് ഒരു യഹൂദന്റെ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടിൽ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്ലീഹ. പക്ഷേ എന്ന് ദമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ ഏറ്റുമുട്ടിയപ്പോൾ കർത്താവ് അവിടെ ചോദിക്കുന്നു, നീ ആരെന്ന് ചോദിക്കുമ്പോൾ എന്നെ പീഡിപ്പിക്കുന്ന കർത്താവ് എന്ന് പറയുമ്പോൾ അന്ന് പൂർണ്ണമായി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്കാണ് പിന്നെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ശ്രേഷ്ഠത ഇവയെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു, ക്രിസ്തുയേശു നേടിയതിനായി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ചവറായി കണക്കാക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസ യോഗ്യതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിനെ പ്രശംസിച്ചുള്ള പ്രവർത്തികൾ ചെയ്യാൻ പരിശ്രമിക്കും. ഔദ്യോഗിക രംഗത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി മറ്റുള്ളവരോട് വീമ്പ് പറയുന്നത് നാം കേൾക്കുവാൻ ഇടയാകും. പക്ഷേ എൻ്റെ കർത്താവിന് വേണ്ടി ഇതൊക്കെ ചവറായി കണക്കാക്കി, ഇതെല്ലാം നഷ്ടമാക്കി എൻ്റെ കർത്താവിന് വേണ്ടി കാൽച്ചുവടുകൾ വെക്കുവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ദേവാലയങ്ങളിലെ വ്യത്യസ്തമായ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഇന്ന് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. പഴയ കാലയളവിലാണെങ്കിൽ പരിശുദ്ധാത്മാ നിറവിൽ അത് 1-2 പേരുടെ പേര് പറയുമ്പോൾ അതിനെ സമർപ്പിച്ച് മറ്റുള്ളവർ കരങ്ങൾ ഉയർത്തുന്ന സ്ഥലത്ത് ഇന്ന് സ്വയമായി ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണം, ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും, ദേവാലയത്തിൻ്റെ പ്രവർത്തനം എന്തെന്ന് മനസ്സിലാക്കാതെ കാരുണ്യ പ്രവർത്തനം കണ്ട പേര് പറഞ്ഞും, അല്ലെങ്കിൽ എന്നെ ആക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പള്ളി പുതുക്കി പണിയും, അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഇത് ചെയ്യും അത് ചെയ്യും, ലൗകികമായ കാര്യങ്ങൾ പറഞ്ഞ് കബളിപ്പിച്ച് ആ ഉന്നത സ്ഥാനത്തേക്ക് വരുവാൻ നോക്കുന്ന ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദേവാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിലേക്ക് തൻ്റെ ജനത്തെ നയിക്കുകയും ആ ദേവാലയത്തിൽ ക്രിസ്തുവിൻ്റെ സാമീപ്യം അനുഭവമാക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം ഇന്ന് നാം നോക്കുമ്പോൾ അവിടെയും തിരഞ്ഞെടുപ്പും പൊളിറ്റിക്സും ഒക്കെ കടന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ദൃഷ്ടി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും മാറിയിരിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം കർത്താവിലേക്കുള്ള പാതയിലേക്കാകുവാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നായിത്തീരുമ്പോൾ മറ്റെന്ത് വന്നാലും, എത്ര വലിയ പ്രയാസങ്ങളും കൊടുങ്കാറ്റുകളും പ്രതിസന്ധികൾ കടന്നു വന്നാലും അവിടെ ഒന്ന് മാത്രമേ നമ്മൾ ഉറച്ചു നിൽക്കത്തുള്ളൂ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്,
വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവനാണ് എന്നെ വിളിച്ചെന്ന് നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും. ഇവിടെ അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നത്, എന്നെ വിളിച്ച നാൾ മുതൽ അവൻ്റെ ജീവിതത്തിലുള്ള, പൗലോസ്ലീഹയുടെ ജീവിതത്തിലുള്ള എല്ലാവിധ മറ്റ് കാര്യങ്ങളെ മാറ്റിക്കളഞ്ഞ് ഏകലക്ഷ്യം കർത്താവിൻ്റെ പാതയിലേക്ക് നയിക്കുക, അനേകമായ ശുശ്രൂഷകളും സഭകളും സ്ഥാപിക്കുക, അനേകരുടെ മധ്യത്തിൽ കടന്നു നിന്ന് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ പറ്റി കാണിച്ചു കൊടുക്കുവാൻ. ശാരീരികമായ ക്ലേശങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, അനേകമായ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും തളർന്നു പോകാതെ ഓട്ടക്കളത്തിൽ ഓടുന്നവനായാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 9:62 ഇപ്രകാരം പറയുന്നത്, യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലേക്ക് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല എന്ന് പറഞ്ഞു. നാം ഒരു നിമിഷം ആത്മീയമായ കാര്യം ഒന്ന് വിട്ട് ലൗകികമായ അതിലൊന്ന് ചിന്തിച്ചു നോക്കാം. കലപ്പയ്ക്ക് കൈവച്ചിട്ട് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ മുൻപോട്ട് പോകുന്ന കാളയുടെ വേഗത നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ ആ മുമ്പിലുള്ള സാഹചര്യങ്ങൾക്കൊത്തവണ്ണം അതിനെ നയിക്കുവാനോ കഴിയാതെ പോയി നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നാം മറിഞ്ഞു വീഴുക മാത്രമല്ല, ചിലപ്പോൾ ആ കലപ്പയുടെ കാരണം നമ്മുടെ ജീവൻ പോലും അപായപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് നാം കാഴ്ചപ്പാടുകൾ വെച്ച് പ്രവർത്തനത്തിനായി ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും വർദ്ധിക്കുമ്പോൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, എൻ്റെ കഴിഞ്ഞകാല നാളുകൾ എത്രമാത്രം നല്ലതായിരുന്നു, ഞാൻ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒന്ന് ചിന്തിച്ച് നാം പതിച്ചു നിൽക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, അവിടെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ നാം ജീവിതം ചിലപ്പോൾ നിശ്ചലമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നു. എങ്കിലോ എന്നെ വിളിച്ചവൻ വിശ്വസ്തന് പൂർണ്ണ വിശ്വാസത്തോടെ നാം ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന വയൽ പ്രദേശം അത് നല്ല ഫലങ്ങൾ, വിത്തുകൾ പാകി അനേകർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വൃക്ഷങ്ങൾ ഒരുക്കത്തക്കോണം നമ്മെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നാം ആ കലപ്പയ്ക്ക് കൈവച്ച് മുൻപോട്ട് തന്നെ ഉഴുതുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര വലിയ കാഠിന്യമുള്ള മണ്ണായാലും അത് ഉഴുന്നുമറിയുന്ന അവസ്ഥയിലേക്ക് ഇതാക്കി തീർക്കുവാൻ കഴിയും. പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോകുന്നത് നമ്മുടെ ലക്ഷ്യം ലോകത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് മാത്രമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും, എന്താണ്? നീ ദാനമായി തന്ന ഉദരഫലം നിന്റെ ദാനമാണെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഉദരഫലം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ അതിൻ്റെ മേൽ അധികാരമുള്ളത് ദൈവത്തിനാണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ അധികാര പരിധിയിൽ ആ പൈതൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അവരെ നയിക്കുവാനും കഴിയുന്ന കാര്യങ്ങൾ ലൗകികമായി മാറുമ്പോൾ നാം മറന്നു പോകുന്നത്, അവരുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റെന്തും നൽകിയാലും അവരെ നിത്യതയിലേക്ക് നയിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. നാം നോക്കുമ്പോൾ ഒരു പൈതൽ ജനിക്കുമ്പോൾ തന്നെ വേണ്ടിയ സ്കൂളിലുള്ള അഡ്മിഷൻ എടുക്കുന്നു. ആ പൈതൽ ഒരു 8ാം ക്ലാസ് വരുമ്പോഴത്തേക്ക് ഏത് കോളേജിൽ ആക്കണം അതനുസരിച്ചുള്ള പരിശീലനം ആരംഭിക്കുന്നു. പക്ഷേ ഈ ജീവിത കാലയളവിൽ അവൻ്റെ അതായത് പഠിക്കുന്ന കാലയളവിൽ നാം എത്രമാത്രം അവരെ കർത്താവിലേക്ക് നയിക്കത്തോളമുള്ള പരിശീലനം കൊടുക്കുന്നുണ്ടോയെന്നൊന്ന് ചിന്തിക്കണം. അവരുടെ ജീവിത ലക്ഷ്യം എപ്പോഴും ലോകത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് നാം അവരെ നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അസൂയയും അഹന്തയും അഹങ്കാരമാണ്. താഴ്മയോ വിനയമോ കരുതലോ ഇല്ലാത്ത മനസ്സാണ് അവർക്ക് നാം നൽകുന്നതെന്ന് നാം ചിന്തിക്കണം. 1 കൊരിന്ത്യർ 9:24 ഇപ്രകാരമാണ് പൗലോസ്ലീഹ പറയുന്നത്, ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുവെങ്കിലും ഒരുവൻ മാത്രമേ സമ്മാനം നേടുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും സമ്മാനം നേടുവാൻ തക്കവണ്ണം ഓടുവിൻ. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട്, പക്ഷേ വിരുദ് പ്രാപിക്കുന്നത് ഏകൻ മാത്രമാണെന്നാണ് പറയുന്നത്. അത് ആത്മീയ മേഖലകളിലെ ഓട്ടത്തിൽ നാം മറ്റുള്ളവരെ തള്ളി താഴ്ത്തിയല്ല ഓടേണ്ടത്. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട്,
പക്ഷേ ആ ക്രൈസ്തവ ഓട്ടത്തിൽ നാം ഓടുമ്പോൾ മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള പരിശ്രമം നമുക്ക് വേണം. നാം തനിയെ എനിക്ക് മാത്രം ബിരുദ് മാത്രം എനിക്ക് ലഭ്യമാകണമെന്ന് നാം ഓടുകയാണെങ്കിൽ പലപ്പോഴും കർത്താവിൻ്റെ ആഗ്രഹിക്കുന്ന കിരീടം പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ പൗലോസ്ലീഹ പറയുന്നതൊക്കെ ശരിയാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ഓട്ടം തികച്ച് ബിരുദം പ്രാപിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഓട്ടം തികയ്ക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ യഥാർത്ഥമായ സ്വഭാവത്തിലേക്ക് കടന്നു വന്ന് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനമായി തീരണം. ഇന്ന് നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവമില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകത്തക്കോണം നാം എത്രമാത്രം പരിശീലനം നൽകിയിട്ടുണ്ടെന്നൊന്ന് ചിന്തിക്കണം. കോമ്പറ്റീഷൻസ് വരുമ്പോൾ അവരെ അതിനെ ഒരുക്കും. പക്ഷെ അവിടെ നാം അവരുടെ മനസ്സിൽ നൽകുന്നത് എന്താണ്? നിങ്ങൾ മറ്റുള്ളവരെ കാട്ടി ശ്രേഷ്ഠരായി തീരണമെന്ന്, മറ്റുള്ളവരെ കാട്ടി മുൻപന്തിയിൽ നാം എത്തണമെന്ന്. വചനത്തിൽ പഠിച്ച് എത്ര വചനം പറയുവാൻ കഴിയുമെന്നുള്ള എല്ലാ കോമ്പറ്റീഷന് പകരം ആ പഠിക്കുന്ന വചനത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളകളിൽ ആ വചനത്തിൽ ആശ്രയിച്ച് അവരെ അത് തരണം ചെയ്യുവാൻ കഴിയും. അതിന് പകരം നാം ചെയ്യുന്നത് എന്താണെന്നൊന്ന് ചിന്തിക്കേണ്ടി. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6:19-21 വരെ കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യം എവിടെയാണെന്നുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ഇതിലാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പുഴവും തുരുമ്പും നശിപ്പിക്കുകയും കള്ളന്മാർ കയറി മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴവും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അപ്പോൾ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്കും ഔന്നത്യത്തിനും വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ നമ്മുടെ നിക്ഷേപം ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതിൽ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ ലൗകികമായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നാം പ്രാധാന്യം നൽകുകയുള്ളൂ. എങ്കിലോ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തന മേഖലകളിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്ന സഭയായാലും ശുശ്രൂഷയായാലും സാഹചര്യങ്ങളായാലും എവിടെയായാലും ഞാൻ അതിനുവേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ നിക്ഷേപം വർദ്ധിക്കുന്നത് സ്വർഗത്തിലാണെന്ന് നാം ഓർത്തുകൊള്ളണം. കൃത്യമായിട്ടാണ് കർത്താവ് അവിടെ പറയുന്നത്. നിൻ്റെ നിക്ഷേപം എവിടെ ആയിരിക്കുന്നുവോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. നിൻ്റെ ഹൃദയം എവിടെയായിരിക്കുന്നോ നിൻ്റെ ലക്ഷ്യസ്ഥാനവും അവിടെയായിരിക്കും. കാരണം ഹൃദയവും മനസ്സും ചിന്തകളും നിരൂപണങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഉള്ള ഓട്ടത്തിനായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം യഹോവയായ ദൈവമായിരിക്കണം, കർത്താവായിരിക്കണം. അതുകൊണ്ടാണ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് കൊണ്ടുവന്നപ്പോൾ യഹോവയായ ദൈവം ഇപ്രകാരം അവരോട് പറയുന്നു. ആവർത്തന പുസ്തകം 5:6-8 വരെ വായിക്കുമ്പോൾ, അടിമവീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. ഇത് നാം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അവരുടെ ജീവിത കാലയളവിൽ അവർ കടന്നു വന്ന മിസ്രയീം ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം അവരോട് പറയുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് വാദിക്കുവാൻ കഴിയും. കാരണം അവിടെ ഏറ്റവും അവസാനം പറയും, വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് മീതെ ഉള്ള വെള്ളത്തിലോ ഉള്ള യാതിനെപ്പറ്റി പ്രതിമ ഉണ്ടാക്കരുതെന്ന്. ശരിയാ, നമ്മൾ അങ്ങനെ പ്രതിമകളെയോ
ഒന്നും ആചാരിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ. ശരിയാ, നാം പലയിടത്തും വ്യത്യസ്തമായ പ്രതിമകൾ കാണാറുണ്ട്, വിശുദ്ധന്മാരുടെ പ്രതിമകൾ കാണാറുണ്ട്, കർത്താവിൻ്റെയും നമ്മുടെ വിശുദ്ധ മാതാവിൻ്റെ ഒക്കെ പ്രതിമകൾ കാണും. പക്ഷേ നാം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അതിനെ ഒന്നും ആരാധിക്കുന്നവരല്ല. അവരെ കാണുമ്പോൾ ഒരു കുരിശ് വരയ്ക്കും. അത് സ്വാഭാവികമായി കാണുന്നൊരു കാര്യമാണ്. പക്ഷേ മറ്റ് കാര്യങ്ങളിലേക്ക് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേകമായ വിഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ സമയം ഞാൻ എന്തിനു വേണ്ടി കൂടുതൽ ചെലവാക്കുന്നോ അതെൻ്റെ ജീവിതത്തിലെ വിഗ്രഹമായി മാറും. ദൈവത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പഠനകാര്യങ്ങൾ കാണും, ഔദ്യോഗിക രംഗം കാണും, അത് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ എത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണോ വിഗ്രഹമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ ഇന്ന് കുഞ്ഞുങ്ങളാണ് വിഗ്രഹം. അവരുടെ പ്രവർത്തനം, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഔന്നത്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പോൾ തന്നെ അവരെ ഏത് നിലയിലാക്കണമെന്നുള്ള പരിശ്രമത്തിൽ ആയി നമ്മൾ പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള റിസർച്ചൊക്കെ ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ പ്രവർത്തനം എപ്രകാരം വിപുലീകരിക്കുവാൻ കഴിയുമെന്നുള്ളൊരു റിസർച്ച് എത്രമാത്രം നാം ചെയ്യുന്നുണ്ട്? ഏത് മാധ്യമങ്ങളിൽ കൂടെ കർത്താവിൻ്റെ പ്രവർത്തനം അല്പം കൂടി ഞാൻ ജനമധ്യത്തിൽ എത്തിക്കുവാൻ കഴിയുമെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഇത് പലപ്പോഴും അനേക സ്ഥലങ്ങളിൽ കാണുന്നത് സമ്പത്തിൽ നിന്ന് അല്പം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ കൊടുത്തിട്ടോ തൃപ്തിയായിരിക്കണം, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം കൊടുത്തു. ദൈവം നിനക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ ഒരു അംശം ദൈവത്തിന് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥവുമില്ല. പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് ആവർത്തന പുസ്തകം 6:5 വ്യക്തമായി യഹോവയായ ദൈവം പറയുന്നു. നിന്റെ ദൈവമായ യഹോവയെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. യഥാർത്ഥത്തിൽ ഈ 3 പൂർണ്ണത വന്നു കഴിഞ്ഞാൽ നാം ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് എത്ര ആണെന്ന് പോലും നമുക്ക് മനസ്സിലാകുക, നമുക്കത് കുറവാണെന്ന് തോന്നും. പക്ഷേ ഇവിടെ പൂർണ്ണ ഹൃദയത്തിൽ പല കാര്യങ്ങൾ ലൗകികമായി എപ്രകാരം പിടിച്ചടക്കാമെന്ന് നോക്കും. പൂർണ്ണ മനസ്സോടെ എൻ്റെ സമ്പത്ത് എപ്രകാരം വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് നോക്കും. പൂർണ്ണ ശക്തിയോടെ ലോകത്തിൻ്റെ മധ്യത്തിൽ ഞാൻ എപ്രകാരം മാനിക്കപ്പെടാൻ കഴിയുമെന്നുള്ള പ്രവർത്തനം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്നാണ്. ആ പ്രകാരം പറയുന്നെങ്കിൽ നമ്മുടെ പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 6:19-20 വായിക്കുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, എന്തെന്നാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇന്ന് ഞാനും നിങ്ങളും ഈ ഭൂമുഖത്ത് നിലകൊള്ളുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ പ്രവർത്തനമോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല, എങ്കിലോ കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മളോട് ഏറ്റവും അവസാനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. തന്നിരിക്കുന്ന സാവകാശങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് നാം മുൻപോട്ട് കടന്നു വരണം. അപ്രകാരം കടന്നു വരുമ്പോൾ ഇന്ന് നിശ്ചലമായി നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനൊരു പുതിയ ഉന്മേഷം, ഒരു ഉണർവ് വരും. അത് ലോകത്തിനെ കീഴ്മായി ആക്കി മറിക്കുവാൻ കഴിയും.
12 ശിഷ്യന്മാർ കൊണ്ട് ലോകത്തിലെ വലിയൊരു കൊടുങ്കാറ്റായി ക്രൈസ്തവ സമൂഹം വളർന്നെങ്കിൽ ഇന്ന് എത്രയോ ദശലക്ഷമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു അംശം ആരംഭിച്ചു കഴിഞ്ഞാൽ ലോക ജനതകളെ മാറ്റത്തക്കോണം നമുക്ക് കഴിയും. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അവൻ്റെ രണ്ടാം വരവിനായി ലോകത്തിൻ്റെ അറ്റത്തോളം ദൈവത്തിൻ്റെ സുവിശേഷവും സാക്ഷികളായി നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ആഹ്വാനം. അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സിംഹസ്രവസ്താംനാഥ, ഇതോളം ഞങ്ങളെ വഴിനിർത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം. നിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ അവിടുന്ന് ഓരോ ദിവസവും നീ ഞങ്ങളെ വഴി നടത്തുന്ന നന്മകൾക്കായ സ്തോത്രം. ഞങ്ങളുടെ ലക്ഷ്യമെന്തെന്ന് ഞാൻ ചിന്തിക്കുവാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം. പലപ്പോഴും കർത്താവ് ലൗകികമായ അനേക നേട്ടങ്ങൾക്കുള്ള പരക്കം പായിച്ചല്ലേ നിന്നെ മറന്നുള്ള ജീവിതം നയിച്ചു പോയിട്ടുള്ളത് കുറവ് സമ്മതിക്കും. ഞങ്ങളുടെ കുറവ് ക്ഷമിച്ച് കർത്താവേ, നിന്റെ മഹത്വത്തിനൊത്തവണ്ണം ഓരോ ദിവസവും വഴി നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. നീ നല്ലവനും വല്ലവനും വാക്കുമാറാത്ത ദൈവമായിരിക്കുക സ്തോത്രം. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കണമെന്ന് സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.